ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ യൂണിറ്റ് 2ലെ ആൻസ് എന്ന് പറയുന്ന പോയം വിത്ത് ഫുൾ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോമിന്റെ പേര് ആൻസ്. ഹിയർ ഇസ് എ പോം അബൌട്ട് ആൻസ്. റീഡ് ആൻഡ് എൻജോയ്. ഫസ്റ്റ് നമുക്ക് ഈ പോയം ഫുൾ ഒന്ന് റീഡ് ചെയ്യാം. ഓഥറുടെ പേര് Gray Brisson. Such a little thing we call the ant, it seems he has no word for can't. They will climb up over, around and through, it seems there is nothing ants can do. They never quit, they never stay, they always find another way to get to where they need to go. I wonder how they seems to know. The bug so small, this tiny speck, can teach us all how to earn respect. Okay, ഇതാണ് full poem. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. Such a little thing we call the ant, it seems he has no word for can't. ഇത്രയും ചെറിയൊരു പ്രാണീനെയാണ് നമ്മൾ ഉറുമ്പ് എന്ന് പറയുന്നത്. അതിന്റെ ലൈഫിൽ കാണ്ട് എന്ന് പറഞ്ഞൊരു വേർഡ്, ചെയ്യാൻ പറ്റില്ല എന്നൊരു വേർഡ് അതിന്റെ ജീവിതത്തിലില്ല. They will climb up, over, around and through. It seems there is nothing ants can't do. ആൻസ് മരത്തിന്റെ മേലെ ക്ലൈംബ് അപ്പ് ചെയ്യും, അതിന്റെ ചുറ്റിനും നടക്കും, ഏതിൻ്റെങ്കിലും മേത്തുകൂടെ കയറിപ്പോണെങ്കിൽ അങ്ങനെ പോകും, എന്ത് വേണമെങ്കിലും ആൻഡ് ചെയ്യും. അതിന്റെ ലൈഫിൽ കാണ്ട് ഡു, ചെയ്യാൻ പറ്റില്ല എന്നൊരു വേർഡ് ഇല്ല. They never quit, they never stay, they always find another way. അവരൊരിക്കലും അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ അവിടെ സ്റ്റക്കായി നിൽക്കുകയോ ചെയ്യാറില്ല. അവര് ഇപ്പൊ എന്തെങ്കിലും സ്റ്റക്കായ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവർ പുതിയൊരു വഴി കണ്ടുപിടിച്ച് അത് തരണം ചെയ്യും. To get to where they need to go, I wonder how they seems to know. ഇപ്പൊ അവർക്ക് എവിടെയാണോ അവരുടെ ലക്ഷ്യസ്ഥാനം അവിടെ എത്താൻ വേണ്ടിയിട്ട് അവര് മാക്സിമം പരിശ്രമിച്ച് അവിടെ എത്തും. നമ്മൾ തന്നെ അത് അത്ഭുതത്തോടെ നോക്കിക്കാണും, ഇത്ര ചെറിയ ഉറുമ്പ് എങ്ങനെ അത് ചെയ്യുന്നു എന്ന്. This bug so small, this tiny speck, can teach us all how to earn respect. ഇത്രയും ചെറിയൊരു പ്രാണി എങ്ങനെ ബഹുമാനം മറ്റുള്ളവരോട് കാണിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വേർഡ് മീനിങ്സും കൂടെ പഠിച്ചു പോവാം. വണ്ടർ എന്ന് പറഞ്ഞാൽ എ ഫീലിംഗ് ഓഫ് അമേസ്മെന്റ്, അത്ഭുതം എന്നാണ് മലയാളത്തിൽ അർത്ഥം. സ്പെക്ക് എന്ന് പറഞ്ഞാൽ സംതിങ് വെരി സ്മോൾ, തരി പോലത്തെ, ചെറു തരി പോലത്തെ. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അഡ്മയർ സംവൺ ഓർ സംതിങ് ഡീപ്ലി, ബഹുമാനിക്കുക. ബഗ് എ സ്മോൾ ഇൻസെക്ട് അല്ലെങ്കിൽ ചെറിയ പ്രാണി. അടുത്തത് നെക്സ്റ്റ് ലെറ്റ്സ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. The poet says that ants don't know the word can't. Why? ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ പോയിറ്റ് പറയുന്നു ആൻസിന് കാണ്ട് എന്ന് പറഞ്ഞ വേർഡ് അറിയില്ല, അതെന്തുകൊണ്ട്? ബിക്കോസ് ദേ വിൽ നെവർ ഗിവ് അപ്പ് ഡൂയിങ് സംതിങ്. ഇപ്പൊ അവർക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും അത് ഗിവ് അപ്പ് ചെയ്യില്ല, അവരെന്തായാലും അത് ചെയ്തിരിക്കും. They always find new ways to achieve their goals. അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പുതിയ പുതിയ വഴികൾ കണ്ടെത്തും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വേ ഡു ആൻഡ് ഷോ ദെയർ സ്ട്രെങ്ത് ഈവൻ ദോ ദേ ആർ സ്മോൾ. അവരെങ്ങനെയാണ് അവരുടെ സ്ട്രെങ്ത് കാണിക്കുന്നത്? ഇത്രയും ചെറുതായിട്ടും അവരെങ്ങനെയാണ് അവരുടെ സ്ട്രെങ്ത് നിലനിർത്തുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. They are nothing they can't do. There are nothing they can do. അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യം അവർക്കില്ല. They will climb up, around and through without a stop. അവർക്കിപ്പം ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ അത് നേടിയെടുക്കും. ക്ലൈംബ് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവർ നേടിയെടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ലെസൺസ് ക്യാൻ യു ലേൺ ഫ്രം ദ ലൈഫ് ഓഫ് ആൻസ്?
ആൻഡിന്റെ ജീവിതത്തിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. From the life of ants, we can learn how to overcome challenges in our life. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചലഞ്ചസ് വന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ലെസൺ ആണ് നമ്മൾ ഉറുമ്പിന്റെ ലൈഫിൽ നിന്ന് പഠിക്കുന്നത്. Next, activity number 1ലേക്ക് പോവാം. In the poem, ants, the word and can't are rhyming words. Find out other rhyming words from the poem. ഇവിടെ and എന്ന പോയത്തില് and can't എന്ന് പറയുന്നത് rhyming words ആണ്. അതുപോലെ വേറെ rhyming words ഈ പോമിലുള്ളത് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് rhyming words എന്താണെന്നൊന്ന് നോക്കാം. 2 or more words that have same or similar ending sound. ഈ ending sound similar ആവുന്ന വേർഡ്സിനെയാണ് rhyming words എന്ന് പറയുന്നത്. എക്സാമ്പിൾ got, caught. ഇതിന്റെ രണ്ടിന്റെയും ending words similar ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ പോം എന്നുള്ള rhyming words നമുക്ക് നോക്കാം. stay, way, go, no. ഈ രണ്ട് rhyming words ആണ് ഈ and എന്ന് പറയുന്ന പോമിലുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 2, റീഡ് ദ റിഡിൽ ഗിവൺ. താഴെ കൊടുത്തിരിക്കുന്ന കടുങ്കഥ വായിക്കാനാണ് പറയുന്നത്. ഐ ട്വിങ്കിൾ ഇൻ ദ നൈറ്റ് സ്കൈ, ബ്രൈറ്റ് ആൻഡ് ഫാർ, ഹൈ ഇൻ ദ സ്കൈ ആൻഡ് മേക്ക് പാറ്റേൺസ് അറ്റ് നൈറ്റ്, ഹൂ ആം ഐ. ഇതിൽ ഈ ഫസ്റ്റ് സെന്റൻസ് വായിക്കുമ്പോഴേ നമുക്കറിയാം ഐ ട്വിങ്കിൾ ഇൻ ദ സ്കൈ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. അപ്പം സ്റ്റാർ ആണെന്നുള്ളത് നമുക്ക് ഈ ഫസ്റ്റ് സെന്റൻസിനെ കിട്ടും. പിന്നെ ബ്രൈറ്റ് ആൻഡ് ഫാർ, നല്ല വെളിച്ചവും നല്ല ദൂരത്തിലുമാണ് കാണുന്നത്. ഹൈ ഇൻ ദ സ്കൈ, ദൂരത്ത്. ആൻഡ് മേക്ക് പാറ്റേൺസ്, അപ്പം നിറയെ സ്റ്റാർസ് ഉള്ളപ്പോൾ നമുക്കൊരു പാറ്റേൺ ആയിട്ട് കാണാൻ പറ്റും. അത് എന്താണെന്നാണ്. ഹൂ ആം ഐ, സ്റ്റാർസ്. പിന്നെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ബട്ടർഫ്ലൈ വെച്ചിട്ടും ഹണി ബീ വെച്ചിട്ടും ആൻഡ് വെച്ചിട്ടും റിഡിൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ബട്ടർഫ്ലൈൻ്റെ റിഡിൽ നോക്കാം. എക്സാമ്പിളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ രീതിയിൽ എഴുതാൻ അറിയുമെങ്കിൽ അത് എഴുതുന്നതും ബെറ്ററാണ്. ഐ ആം കളർഫുൾ, ഐ ഹാവ് ബ്രൈറ്റ് വിങ്സ്, ഐ ഫ്ലൈ ഇൻ ദ എയർ, ഹൂ ആർ മൈ. ഐ ആം കളർഫുൾ, ഇതിൻ്റെ ബോഡി നോക്കിയാലേ അറിയാം ഐ ആം കളർഫുൾ ആണ്. ഐ ഹാവ് ബ്രൈറ്റ് വിങ്സ്, വിങ്സ് ഉണ്ട് രണ്ട് സൈഡിലും, അത് ബ്രൈറ്റ് ഇൻ കളറാണ്. പിന്നെ ബട്ടർഫ്ലൈസ് ക്യാൻ ഫ്ലൈ ഇൻ ദ എയർ, ഹൂ ആം ഐ, ദാറ്റ് ഈസ് ബട്ടർഫ്ലൈ. നെക്സ്റ്റ് ഹണി ബി, ഐ ആം സ്മോൾ, ഞാൻ ചെറുതാണ്. ഐ ആം സ്വീറ്റ്, മധുരമുള്ളതാണ്. ഐ മേക്ക് ഹണി ഫ്രം ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സിൽ നിന്ന് അവര് തേൻ കളക്ട് ചെയ്ത് ഹണി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഐ മേക്ക് ഹണി ഫ്രം ഫ്ലവേഴ്സ്, ഹൂ ആം ഐ, ഹണി ബി. നെക്സ്റ്റ് ആൻഡിൻ്റെ ഒരു റിഡിൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ആം സ്മോൾ, ഐ ആം സ്ട്രോങ്, ഐ വോണ്ട് സ്റ്റേ അറ്റ് എ പ്ലേസ്, ഹൂ ആം ഐ. ഐ ആം സ്മോൾ, ഞാൻ ചെറുതാണ്. ഞാൻ സ്ട്രോങ് ആണ്. ഞാൻ ഒരു പ്ലേസിൽ നിൽക്കില്ല. ഞാൻ എൻ്റെ വർക്ക് എടുത്തുകൊണ്ടേയിരിക്കും. അതാരാണ്? ആൻഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് റിഡിൽസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3, ലുക്ക് അറൗണ്ട് യുവർ ഹൗസ് ആൻഡ് ഫൈൻഡ് വെയർ ആൻസ് ലിവ്. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാട് നോക്കിയിട്ട് ആൻസ് എവിടെയാണ് ജീവിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിക്കുക. ഒബ്സർവ് ദം. ഡ്രോ എ പിക്ചർ ഓഫ് ആൻസ് വർക്കിംഗ് ടുഗെദർ. ആൻസ് കൂട്ടമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് എ ഫ്യൂ സെന്റൻസ് അബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് ഹൗ ദേ ആർ ഹെൽപ്പിംഗ് ഈച്ച് അതർ. പിന്നെ 2-3 സെന്റൻസ് അവരെങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് 2-3 സെന്റൻസിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ആൻസിന്റെ പിക്ചർ ഞാനിവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സിമ്പിളായിട്ട് വരിയായിട്ട് എന്തെങ്കിലും ഫുഡ് മെറ്റീരിയൽസ് ആൻസ് എടുത്തുകൊണ്ട് പോകുന്ന പോലത്തെ പിക്ചർ നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ഇവിടെ കൊടുത്തുന്നത് വായിക്കാം. Ants work together as a team to build their house and carry food.
ആൻസ് ടീമായിട്ട് വരിയായിട്ടാണ് അവരുടെ ഫുഡ് ക്യാരി ചെയ്യുന്നതും പിന്നെ അവരുടെ വീടുണ്ടാക്കുന്നതൊക്കെ. They save food for rainy season. Rainy സീസണിലേക്ക് അവർ ഫുഡ് നേരത്തെ ശേഖരിച്ച് വെക്കാറുണ്ട്. They won't rest. They work continuously. അവർ റെസ്റ്റ് എടുക്കാറേ ഇല്ല, അവർ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. Ants carry objects bigger than them. Ants അവരെയും കാട്ടി വലിയ ഇലകൾ, ഉണങ്ങിയ ഇലകളെല്ലാം അവരുടെ കൂടിനുള്ളിൽ വെക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. They live happy as a colony. അവർ സന്തോഷമായിട്ട് ഒരു കോളനി ആയിട്ടാണ് അവർ താമസിക്കുന്നത്, ജീവിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.